3 പേർ ചേർന്ന് പല സമയങ്ങളിലായി പെൺകുട്ടിയെ പീഡിപ്പിക്കുക. 3 പേരും ഉപയോഗിച്ചത് ഒരേ തന്ത്രം. വിവാഹ വാഗ്ദാനം. അതിൽ ഒരു ചെറുക്കൻ്റെ പ്രായം 19 വയസ്സ്, ബാക്കി 2 പേര് 23ഉം 34ഉം വയസ്സ്. 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ വിവാഹ വാഗ്ദാനം നൽകി 1 വർഷത്തോളമാണ് പീഡിപ്പിച്ചത്. പ്രായപൂർത്തിയായതിനു ശേഷമാണ് ബാക്കിയുള്ള 2 പേരും പല സമയത്തായി പീഡിപ്പിച്ചത്. ടെക്നോളജി ഇത്രയും വളർന്ന ഒരു സമയത്ത് നമ്മൾ ഏത് സമയത്തും ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന 2 ന്യൂസ് കാറ്റഗറിയാണ് ഡ്രഗ് അബ്യൂസും രണ്ടാമത്തേത് റേപ്പും. എന്നിരുന്നാലും പുതിയ തലമുറയ്ക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ അബദ്ധം പറ്റി എന്നൊക്കെ നമുക്ക് സമാധാനിക്കാമെങ്കിലും രണ്ടാമതും മൂന്നാമതും ഒരേ അബദ്ധം ചെയ്യുന്നതിന് എന്താണ് നിങ്ങൾ പറയുക? എന്നിരുന്നാലും കേരള പോലീസും നിയമവും ഈ 3 പേരെയും അതിൻ്റെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യും എന്ന് പ്രതീക്ഷിക്കും. ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ചതികളിൽ പെടാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.